വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം. അപ്പൊ എനിവേ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂൺ ആൻഡ് സ്റ്റാർ അല്ലെങ്കിൽ തിങ്കളും താരങ്ങളും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഒരു അടിപൊളി ഒരു പോർഷൻ ആണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു പോർഷൻ മുഴുവനായിട്ട് കാണുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക, മുഴുവൻ മാർക്കും നേടുക. അപ്പൊ നമ്മൾ ഈ ഒരു പാഠഭാഗം, അതായത് മൂൺ ആൻഡ് സ്റ്റാർ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറെ സെലസ്റ്റിയൽ ബോഡീസിനെ പറ്റി, കുറെ ആകാശഗോളങ്ങളെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ടതായിരുന്നു നമ്മുടെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് നക്ഷത്രങ്ങൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നക്ഷത്രങ്ങളുടെ വലുപ്പം, അവയുടെ നിറത്തിലുണ്ടാകുന്ന വ്യത്യാസം, എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നുന്നത്, അതിന്റെ ഒക്കെ റീസൺസ് ഒക്കെ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നമ്മുടെ കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ നക്ഷത്ര ഗണങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം മക്കളെ, ഈ ആകാശത്ത് കുറേ നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിൽ ചില നക്ഷത്രങ്ങളെ നമ്മൾ ഇങ്ങനെ പരസ്പരം ചേർത്ത് ഒരു ലൈൻ ഉപയോഗിച്ച് ചേർത്ത് വരച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ ആ ഒരു ഷേപ്പുമായിട്ട് അതിനെ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ നക്ഷത്ര ഗണങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് അറിയണം. കോൺസ്റ്റലേഷൻ ആർ ദി ഗ്രൂപ്പ് ഓഫ് സ്റ്റാർ ഇമാജിൻ ടു ഷേപ്പ് ബൈ ജോയിനിങ് them together by using lines. Okay. ആകാശത്തെ നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ച് സങ്കല്പിക്കാവുന്ന രൂപങ്ങളെയാണ് നമ്മൾ നക്ഷത്ര ഗണങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കോൺസ്റ്റലേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വലിയ തവി അല്ലെങ്കിൽ ബിഗ് ഡിപ്പർ എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ക്രീനിൽ കാണുന്ന രീതിയിലുള്ള ഒരു നക്ഷത്ര കൂട്ടമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്താൽ തന്നെ അറിയാം, ഇവിടെ നമുക്ക് ഈ ഒരു 7 നക്ഷത്രങ്ങളെ നിങ്ങൾ നോക്കിയോ മക്കളെ, 7 നക്ഷത്രങ്ങൾ 1 2 3 4 5 6 7 ഓക്കെ, 7 നക്ഷത്രങ്ങളെ ഇവിടെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്കൊരു വലിയ തവിയുടെ ഷേപ്പാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ വലിയ തവി അല്ലെങ്കിൽ ബിഗ് ഡിപ്പർ എന്നൊരു പേര് തന്നെ നമ്മൾ കൊടുത്തത്. അത് മാത്രമല്ല 7 നക്ഷത്രങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ഇവയെ സപ്തർഷികൾ എന്നും വിളിക്കാറുണ്ട്. ഇനി ഇത് ഏത് മാസത്തിലാണ് കാണപ്പെടുന്നത് എന്നും കൂടി എന്റെ മക്കൾ ഒന്ന് നോട്ട് ചെയ്യുക. ജനുവരി അതുപോലെ തന്നെ ഡിസംബർ മാസങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓരോന്നിനെയും പറ്റിയും ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ജസ്റ്റ് പഠിച്ച കാര്യങ്ങളൊന്ന് റീകോൾ ചെയ്തെടുത്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ വേട്ടക്കാരൻ അല്ലെങ്കിൽ ഓറിയോൺ ആണ്. ഈ മരുഭൂമിയിലും ദിശ അറിയാതെ പെട്ടുപോകുന്നവർ അല്ലെങ്കിൽ കടലിൽ ദിശ അറിയാതെ പെട്ടുപോകുന്നവർ, അവർക്കൊക്കെ ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു നക്ഷത്ര ഗണമാണ് നമ്മുടെ ഓറിയോൺ അല്ലെങ്കിൽ വേട്ടക്കാരൻ. അത് മാത്രമല്ല ഈ ഒരു ചിത്രം നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ എന്റെ മക്കൾക്ക് ഒരു റെഡ് കളറിലും ഒരു സ്റ്റാറിനെ കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ പേരാണ് തിരുവാതിര എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ ദിശ അറിയാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ തിരുവാതിര എന്ന് പറയുന്ന നക്ഷത്രം, റെഡ് കളറിൽ കാണുന്ന ഈ ഒരു നക്ഷത്രത്തിന്റെ പ്രസൻസ് അവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ഏത് മാസത്തിലാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നമുക്ക് സന്ധ്യയ്ക്ക് ശേഷം തലയ്ക്ക് മുകളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ കുറച്ച് കാര്യങ്ങളെ നമ്മൾ പഠിക്കുന്നുള്ളൂ, പക്ഷെ ഈ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവണം. ഇതെല്ലാവരും പഠിച്ചാൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് എഴുതിയിട്ട് മുഴുവൻ മാർക്കും നേടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പല കോണ്ടന്റ് വീഡിയോസിലൂടെയും പല ലൈവ് ക്ലാസ്സുകളിലൂടെയും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാവുന്നതാണ്. അപ്പൊ എനിവേ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് പഠിക്കാം. ബൈ ബൈ.